മാതൃഭൂമി ന്യൂസിന്റെ ഒരു ശകലം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മറ്റു പലരുടെയും കേൾപ്പിക്കാറുണ്ട്. പക്ഷേ ഈ സമയത്തിന്റെ ദൈർഘ്യം കാരണം വീഡിയോയുടെ ലെങ്ത് പരിഗണിച്ചുകൊണ്ട് അതൊന്നും കേൾപ്പിക്കാത്തത്. എല്ലാവരും വലിയ നിരാശയില്ല. ചിലരൊക്കെ പറയുന്നത് കേട്ടാൽ കോടതി ജാമ്യം നിഷേധിച്ച മട്ടിലാണ് ചിലരുടെയൊക്കെ സംസാരം. കാരണം അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന മാപ്രകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാനിപ്പോ കേട്ടതാ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ക്ലിപ്പ് ഞാനിപ്പോ കേട്ടതാ. അതിന്റെ റിപ്പോർട്ടറും അവതാരകയും കൂടി വല്ലാത്ത ചർച്ചയാ. എന്താണ് രാഹുലിന് മുന്നിൽ ഉപാധി വെച്ചിരിക്കുന്നത്? രാഹുൽ ഓൾറെഡി ജാമ്യാപേക്ഷ സ്വമേധയാ പറഞ്ഞിരിക്കുകയാ. കോടതി പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന രീതിയിൽ അന്വേഷണവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടം. അപ്പൊ അപ്പുറത്ത് നിന്ന് മറ്റവൻ പറയാ, അതായത് ആ മാപ്ര പറയാണ്, കോടതി പറഞ്ഞിരിക്കുന്നത് വലിയ നിബന്ധനയാണ് കോടതി രാഹുലിന് മുന്നിൽ വെച്ചിരിക്കുന്നത്, അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന്. ഇത് രാഹുൽ സ്വമേധയാ അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, കോടതിയെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. താൻ തയ്യാറാണ്, അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം. അപ്പോ അവൻ പറയാം കോടതി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്ത് ചതി ഇത്, വല്ലാത്ത വിധി, ഇത് വല്ലാത്ത വിധി, കൊടും ചതിയാണ് കോടതി നടത്തിയിരിക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ മാപ്രകൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വല്ലാതെ നൊന്തിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, വല്ലാത്ത നിരാശയുണ്ട്.